ഹലോ മക്കളെ, ഈ കഴിഞ്ഞ ദിവസം നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ NTU നടത്തിയ ഒരു മോഡൽ എക്സാം ഉണ്ടായിരുന്നു. ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം യുദ്ധത്തിന് വരുന്ന പോലത്തെ മോഡലിലേക്കാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇത് കുറച്ച് തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എത്ര മാർക്ക് കിട്ടുന്നൊക്കെ അറിയാം. എന്നിട്ട് ഇത് എഴുതി കഴിയുമ്പോൾ അറിയാം നമുക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? 12 1/2 liter of water is poured into bottle with capacity 1 3/4 liter. How many bottles are needed? How much liter of water is left out? അതായത് ടോട്ടൽ 12 1/2 liter of water ഉണ്ട്. അതിനെ ഒരു ബോട്ടിലേക്ക് എന്ത് ചെയ്യാണ്, പകർത്തി മാറ്റി വെക്കുകയാണ്. പക്ഷെ ആ ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 3/4 ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ വാട്ടറിനെ 1 3/4 കപ്പാസിറ്റി ഉള്ള എന്തിനകത്തേക്ക് മാറ്റണം? ബോട്ടിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിലാണ് ആവശ്യം? ഓക്കെ, പിന്നെ ആ ബോട്ടിലിൽ എത്ര വെള്ളം കൊള്ളും? വെള്ളം ഇത്രയും 12 1/2 ലിറ്റർ, അതായത് 12.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ബാക്കി എത്ര വരും? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം. അപ്പം കുറച്ച് നന്നായി ശ്രദ്ധിച്ചാൽ മാത്രം ചെയ്യാം. നമുക്കറിയാവുന്ന വളരെ സിമ്പിളായ കാര്യമാണ്, എന്നാൽ പോലും നമ്മുടെ അശ്രദ്ധ കാരണം തെറ്റിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ബോർഡ് എടുത്ത് ചെയ്യാം. നമുക്ക് അതായിരിക്കും ബെറ്റർ. ബോർഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാവും. ടോട്ടൽ വാട്ടർ എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിട്ടുള്ള ടോട്ടൽ വാട്ടർ എന്ന് പറഞ്ഞാൽ 12 1/2 ലിറ്റർ ആണ് ടോട്ടൽ വാട്ടർ. ഓക്കെ, പിന്നെ കപ്പാസിറ്റി ഓഫ് ബോട്ടിൽ, കപ്പാസിറ്റി ഓഫ് ബോട്ടിൽ, ഓരോ ബോട്ടിലിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 3/4 ലിറ്റർ ആണ് ഓരോ ബോട്ടിലിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടിനെയും എന്ത് ചെയ്യാം? ടോട്ടൽ ഉള്ളതിനെയും 2 1/2 നമുക്ക് ഇൻപ്രോപ്പറിലേക്ക് മാറ്റാം. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് 12 × 2 + 1 25/2 ആണുള്ളത്. ഓക്കെ, 25/2 നമുക്ക് ഡിവൈഡ് ചെയ്യണം. എത്ര കപ്പാസിറ്റി ഉള്ളതിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1 3/4 എന്ന് വെച്ചാൽ എത്രയാണ് വരിക? 7/4 വരും. 7/4 പാത്രങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം അല്ലേ? കപ്പാസിറ്റി ഓഫ് ദ ബോട്ടിൽ അതാണ് വരുന്നത്. അപ്പം എത്ര ബോട്ടിൽ ഉണ്ടാവും നമുക്ക് ആദ്യം നോക്കാം. എത്ര ബോട്ടിൽ വേണം നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100/14 എന്നാണ് ആൻസർ വരിക. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇത് ഒരു ചെറുതാക്കാൻ പറ്റില്ല. ചെറുതാക്കാന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എത്ര വരിക? 7 1/4. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 7 1/4 ആണ് വരിക. ഈ 7 1/7 ആണ് വരുന്നത്. ഇങ്ങനെ വരും. ഇനി ഇതിന് ഇത്രയും ബോട്ടിലുണ്ടാവും. 7 ഫുൾ ബോട്ടിലും ഉണ്ടാവും. ബാക്കി എത്രയോ ഉണ്ട്. അപ്പോൾ 7 ബോട്ടിൽ വേണം അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 7 ബോട്ടിലും എത്ര വെള്ളം കൊള്ളുന്ന? അപ്പോൾ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 7 ബോട്ടിലും എത്ര വെള്ളം കൊള്ളുന്നു നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ നേരം നമുക്കറിയാം ഒരു ബോട്ടിലിൽ എത്ര വെള്ളം, ഒരു ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 1/4 ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഒരു ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 1/7 ആണ്. അത്രയും വെള്ളം. അപ്പോൾ അതാണ് ആ ബോട്ടിൽ 7/4 ആണ് എന്താണ് കപ്പാസിറ്റി ഓഫ് ദ ബോട്ടിൽ എന്ന് പറയുന്നത്. അങ്ങനെ 7 ബോട്ടിൽ വേണം നമ്മൾ കണ്ടു. ഇനി ഓരോ ബോട്ടിലും എത്ര വെള്ളം നമുക്ക് ഒഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇവിടെ എത്ര ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്? 7 ബോട്ടിൽ. അതായത് 7 ഒരു വോൾ നമ്പറാണ്, 7 ആണ്. 7 ബോട്ടിൽ യൂസ് ചെയ്യുന്നു. നമുക്ക് 7 കംപ്ലീറ്റ് ബോട്ടിലാണല്ലോ. മൊത്തം എത്ര ബോട്ടിലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7 ബോട്ടിലുണ്ട്. അതിൽ ഒരു ബോട്ടിൽ എത്ര കൊള്ളു എന്ന് ചോദിച്ചാൽ ഒരു ബോട്ടിലിന്റെ കപ്പാസിറ്റി അത് എത്ര നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 7/4. ഇതിനെ മിക്സറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 4/7 നമ്മൾ കണ്ടില്ലായിരുന്നോ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം ഒരു ബോട്ടിലും എത്ര വെള്ളം, വാട്ടർ എത്രയാന്ന് നോക്കണം. അപ്പോൾ 7 × 7/4 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 49/4 കിട്ടും. ഓക്കെ, 49/4 കിട്ടും. ഇനി ടോട്ടൽ ഇത്രയും വെള്ളം ഉള്ളേ, ഇത്രയും വെള്ളം നമ്മൾ 7 ബോട്ടിലാക്കി ഉപയോഗിച്ചു. ബാക്കി എത്രയുണ്ട് എന്നാണ്. ഒന്നും കൂടെ പറയാം. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു,
ഓരോ ബോട്ടിലും നമ്മൾ 7 ബോട്ടിൽ നമ്മൾ എടുത്തേ. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര ബോട്ടിലാണ് കിട്ടിയത്? ഡിവൈഡ് ചെയ്തപ്പോൾ 7 ബോട്ടിലാണ് കിട്ടിയത്. അതായത് ഇതാണ് 7. ഈ 7 ബോട്ടിൽ കിട്ടി. അതിനകത്ത് ഓരോ ബോട്ടിലിനും 7/4 വെച്ചിട്ട് വെച്ചു. ബാക്കി എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണ്ടേ? അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ക്വസ്റ്റ്യനിലേക്ക് വരുവാണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ടോട്ടല് 25/2 ലിറ്റർ ഓഫ് ഉണ്ട്. അത്രയും വെള്ളമുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചിരുന്നേ? 49/4 അത്രയും എന്താണ്? അത്രയും വെള്ളം യൂസ് ചെയ്തു. അത്രയും വെള്ളം യൂസ് ചെയ്തില്ലേ? അപ്പോൾ ബാക്കി എത്രയുണ്ടെന്ന്. അപ്പോൾ നമ്മളിതിനെ എന്നാ ചെയ്യണ്ടേ? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഇതിനെ സെയിം ആക്കാൻ വേണ്ടി അതിൻ്റെ LCM 2ന്റെ 4ന്റെ LCM 4 വരുന്നത്. അപ്പം ഈ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 2ഉം 4ഉം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തെ 2 കൊണ്ട് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50/4 കിട്ടും. ഇവിടെ 49 കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1/4 ലിറ്റർ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്ര ബോട്ടിലിൽ നമ്മൾ ഒഴിച്ചു? 7 ബോട്ടിലിൽ ഒഴിച്ചു. ബാക്കി 1/4 ലിറ്റർ എന്തുണ്ട്? ബാക്കിയുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇതാണ് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ടോട്ടൽ ഇത്രയുണ്ട്. ഓരോ ബോട്ടിലിന്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 7/4 ആണ്. അപ്പൊ ടോട്ടൽ ഉള്ളതിനെ 7/4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം എത്ര ബോട്ടിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. എത്ര ബോട്ടിൽ വേണമെന്ന് കണ്ടുപിടിച്ചു. എത്ര ബോട്ടിലാണ് ഉള്ളത്? 7. ഇതിനാ 100/14 എന്ന് കിട്ടി. 100/14 കംപ്ലീറ്റ് ആൻസർ വരുന്നത് 7 ആണ്. അപ്പൊ 7 ബോട്ടിൽ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിൽ എത്രയാ കൊള്ളുന്നത്? ഇത്രയും വെള്ളം. അപ്പം 7 ബോട്ടിൽ എത്ര വെള്ളം കൊള്ളുന്ന വെച്ചാൽ 49/4. ഇനി ഇത്രയും വെള്ളത്തിൽ നിന്ന് ഇത്രയും വെള്ളം മൈനസ് ചെയ്താൽ, അതാണ് നമ്മളിവിടെ ചെയ്തേ. ഇത്രയും വെള്ളം മൈനസ് ചെയ്താൽ ബാക്കി 1/4 ഉണ്ടാവും. 7 ബോട്ടിലും ഉണ്ടാവും, ബാക്കി 1/4 ഉണ്ടാവും. അതാണ് ആൻസർ വരുന്നത്. ഇത്രയും സിമ്പിളാണ്. ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കണക്കാണ്. ഇനി അടുത്ത വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദ സം ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഫ്രം 51 to 70 ഈസ് 1210. Then what is the sum of counting numbers from 1051 to 1070? രണ്ട് നമ്പർ. അപ്പോൾ ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള കാര്യം നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വെക്കണം. LP ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് LSSന്റെ കോച്ചിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് കാണണ്ടെങ്കിൽ ആദ്യ നമ്പർ 1 ആണ്, അവസാന നമ്പർ 10 ആണ്. അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. എന്നിട്ട് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 10 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. എത്രയാ? 10 നമ്പേഴ്സ് ഉണ്ട്. എന്നിട്ട് അതിന്റെ ഹാഫ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 ഹാഫ് എത്രയാ? 10 ഹാഫ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെയും ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ മക്കളെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 51ഉം 70യും അതിന്റെ സമ്മ ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. 51ഉം 70യും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ 121 കിട്ടി. അപ്പോൾ 51 മുതൽ 70 വരെ എത്ര നമ്പർ ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഹാഫ് എത്രയാ? 10 ആ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ഇതല്ലേ വരുന്നത്? അതെ. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടെ ചെയ്യാം? 1051 എന്ന നമ്പറാണ് സ്റ്റാർട്ടിംഗ് നമ്പർ. അത് മുതൽ 1070 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാ ചോദ്യം. അതിന്റെ സം എത്രയാണെന്ന ചോദ്യം. അങ്ങനെ സം ചോദിച്ചു കഴിയുമ്പം നമ്മുടെ ആൻസർ എത്രയാ വരിക? 2121 ആണ് സമ്മ് അല്ലേ? ഈ 1051 മുതൽ 1070 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യാ? 20 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഹാഫ് എത്രയാ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ ഓൾറെഡി 21,210 നമ്മുടെ ആൻസറിൽ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ വരിക. ഒന്നും കൂടെ പറയാം. ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, സമ്മ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിന്റെ സ്റ്റാർട്ടിംഗ് നമ്പറും എൻഡിങ് നമ്പറും തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 51 മുതൽ 70 വരെ എത്ര നമ്പർ? 20 നമ്പർ ഉണ്ട്. അതുപോലെ 1051 to 1070 വരെയും 20 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? 20 നമ്പേഴ്സിന്റെ പകുതി എത്രയാ? 10. 20ന്റെ പകുതി 10 ആകുമ്പോൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് കിട്ടി. സമ്മ് കണ്ടു, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര നമ്പറാണുള്ള അതിന്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഏറ്റവും സിമ്പിളായ മെത്തേഡ്.
ഇനി വളഞ്ഞ വഴി കൂടെ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ അത്രയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരങ്ങളും ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, അങ്ങനെ ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം. ബാക്കി കുറച്ചും കൂടെ സ്പീഡിൽ ഞാൻ പറയും. കുറേ സമയം എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ പറയും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.